മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ഇന്നത്തെ നിങ്ങളുടെ അധ്വാനങ്ങളെ അവിടുന്ന് ആശീർവദിക്കട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുസഭ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യോവാക്കിം, അന്ന എന്ന വിശുദ്ധ ദമ്പതികളുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അധികമായിട്ട് സ്നേഹിച്ചവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമായിരുന്നു യോവാക്കിം, അന്ന ദമ്പതികൾ. ദൈവത്താൽ അനുഗ്രഹീതരായവർ. ജീവിതത്തില് ഒത്തിരി നൊമ്പരങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയവരാണ് ഈ ദമ്പതികൾ. അവരുടെ പ്രായാധിക്യത്തിൽ പോലും അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല. കുഞ്ഞില്ലാത്തവൻ ദൈവകോപവും ദൈവശാപവും ഏറ്റവനാണ്. അങ്ങനെയെങ്കിൽ യോവാക്കിം, അന്ന ദമ്പതികള് ദൈവകോപവും ദൈവശാപവും ഏറ്റവരെന്ന് മനുഷ്യൻ വിധിയെഴുതും മാനുഷിക ചിന്തയില്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തില് വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം അവർക്ക് കൊടുത്തതോ ദൈവത്തിന്റെ അമ്മയെ തന്നെ. ദൈവത്തെ ഭൂമിയിൽ താരാട്ടുപാടി ഉറക്കാനുള്ളവൾ, ദൈവത്തെ ഭൂമിയിൽ ഊട്ടി വളർത്തേണ്ടവൾ, ദൈവത്തെ പരിപാലിക്കേണ്ടവൾ, അങ്ങനെയുള്ള ഒരു മകളെ ദൈവം അവർക്ക് കൊടുക്കുക. ഇനി ഇവർക്ക് കിട്ടാനുള്ളത് ഇതിനേക്കാൾ വലുതെന്താ ഉള്ളത്? ദൈവത്തിന്റെ അമ്മയെ തന്നെ അവർക്ക് ദൈവം മകളായിട്ട് കൊടുക്കുക. കാത്തിരുന്നാൽ കിട്ടുന്നത് വലുതാണ്. പ്രായാധിക്യത്തിൽ കിട്ടിയപ്പോ ഏറ്റവും നല്ലതിനെ തന്നെ ദൈവം അവർക്ക് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോ കിട്ടണമെന്ന് ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിർബന്ധം പിടിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക, ചോദിക്കുക, എന്നിട്ട് ദൈവം തരുന്നതുവരെ കാത്തിരിക്കുക. നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ? നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് ചോദിക്കുക, ഇപ്പോ കിട്ടണം, ഇപ്പോ കിട്ടിയില്ലല്ലോ, പിന്നെ പ്രാർത്ഥനയില്ല, ദൈവത്തിന്റെ പക്കൽ നമ്മൾ അകന്നു പോകും. ഇനി ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഉടനെ തന്നെ കിട്ടിയില്ലെങ്കിലോ അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടുന്ന് കിട്ടിയില്ലല്ലോ വേറെ സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിട്ട് നമ്മൾ മാറും. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കാൻ തയ്യാറായാലുണ്ടല്ലോ, എന്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളിലുണ്ടാവണം. ആ ഉറപ്പിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും, അവിടുന്ന് എന്നെ കൈവിടില്ല. ഈ ഉറപ്പില് നീ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു നോക്കിക്കേ. നീ ആഗ്രഹിക്കുന്നതിനേക്കാളും വലുതിനെ ദൈവം നിനക്ക് തരും. നീ ചോദിക്കുന്നതിനേക്കാളും വലുതിനെ ദൈവം നിനക്ക് തരും. കാത്തിരിക്കാൻ തയ്യാറായാൽ വലുത് ലഭിക്കും. കാത്തിരിപ്പിന് വലിയ ശക്തിയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നുപോകരുത്. വീണ്ടും ഈ ദമ്പതികളുടെ ജീവിതം പരിശോധിച്ചാല് ഇവര് സഹനത്തിലും വേദനയിലും ദൈവത്തെ കൈവിട്ടില്ല. തീഷ്ണതയോടെ, കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. യോവാക്കിം ദേവാലയത്തില് കാഴ്ച സമർപ്പണം നടത്തുമ്പോൾ യോവാക്കിമിനോട് അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, നിന്റെ കാഴ്ച എങ്ങനെ ദൈവം സ്വീകരിക്കും? നീ ദൈവകോപവും ദൈവശാപവും ഏറ്റവനാ. കരഞ്ഞുകൊണ്ട് യോവാക്കിം മലയുടെ മുകളിലേക്ക് ഓടുന്നുണ്ട്. മലയുടെ മുകളിൽ ചെന്നിട്ട് കഠിന തപസ് അനുഷ്ഠിക്കുക. വീട്ടില് അന്ന വേദനയോടെ നിൽക്കുക. കാരണം ഭർത്താവ് മലയുടെ മുകളിലേക്ക് പോയി. വേലക്കാരി പോലും അവളെ വേദനിപ്പിക്കുന്നുണ്ട്. അന്ന കുടുംബത്തില് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുനീരിനും നിന്റെ തപസ്സിനും വിലയുണ്ട് എന്ന് മറന്നുപോകരുത്. ദൈവത്തിനു മുമ്പിൽ നീ എടുക്കുന്ന ഓരോ ത്യാഗത്തിനും, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളികൾക്കും വിലയുണ്ട്. അത് നിന്റെ ജീവിതത്തെ മാറ്റാനായിട്ടുള്ള വിലയാണ് അതിനുള്ളത് എന്നുള്ള കാര്യം മറക്കരുത്. അതുവരെ ജീവിതത്തിൽ കുഞ്ഞില്ലാത്തതിന്റെ വേദനയും പേര് നടന്ന ഈ ദമ്പതികളുടെ ജീവിതം മാറിയത് എപ്പോഴാണ്? ഇവരുടെ ജീവിതം മാറിയത് ഇവര് കഠിന തപസ് അനുഷ്ഠിച്ച് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ്. നീ നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച്, നിന്റെ കുടുംബത്തെ സമർപ്പിച്ച്, നിന്റെ വേദനകളെ സമർപ്പിച്ച്, നിന്റെ ഇല്ലായ്മകളെ സമർപ്പിച്ച്, ജീവിതത്തിന്റെ തടസ്സങ്ങളെ സമർപ്പിച്ച് കണ്ണുനീരോടെ ത്യാഗത്തോടുകൂടെ പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഉറപ്പ് നിന്റെ ജീവിതത്തെ തന്നെ മാറ്റാനുള്ള ശക്തി ആ പ്രാർത്ഥനയ്ക്കുണ്ട്. മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യോവാക്കിം,
അന്ന ദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കാത്തിരിക്കാനുള്ള മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകള് ത്യാഗത്തോടും കണ്ണുനീരോടും കൂടെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും ഈശോയ്ക്ക് കൊടുത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ കണ്ണുനീരിനും ത്യാഗത്തിനും വിലയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇവർക്ക് നൽകണമേ. അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പൈശാചിക ശക്തികളെയും ശാപങ്ങളെയും ദുരിതങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.